എന്നുള്ളത് ഇതിന്റെ സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രണം, നടത്തിപ്പ് എല്ലാ കാര്യങ്ങളിലും എ പത്മകുമാറിന്റെ ബന്ധമുണ്ട്. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത് എ പത്മകുമാറാണ്. ഇതിന്റെ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് എ പത്മകുമാറിന്റെ വീട്ടിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്നാണ് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത്തരം വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം എ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനപ്പുറത്തേക്ക് ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ്. അതിൽ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രധാനപ്പെട്ട 2 അറസ്റ്റുകളാണ് നടന്നിരിക്കുന്നത്. ഒന്ന് എ പത്മകുമാർ, 2 കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ എൻ വാസു. ഇവർ 2 പേരുമാണ് ഇതിന്റെ ഒരു കീ ആയിട്ടുള്ള ആളുകൾ എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം എൻ വാസുവിനെയും കസ്റ്റഡിയിലെടുത്ത് എ പത്മകുമാറുമായി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. അതിനുള്ള നടപടികളാവും അന്വേഷണ സംഘം വൈകാതെ തന്നെ ചെയ്യുക. ശരി സിജോ, ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ സമീപത്ത് നിന്ന് ആർ ബി സനൂപ് കൂടി ചേരുന്നുണ്ട്. സനൂപ്, അല്പസമയത്തിനകം ബേക്കറി ജംഗ്ഷൻ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. അല്പസമയത്തിനകം തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കും. അവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടോ? എത്ര സമയം എടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്? നേരെ കൊല്ലത്തേക്കാണോ? അല്പസമയത്തിനകം തന്നെ എ പത്മകുമാറിന്റെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ജനറൽ ആശുപത്രിയിൽ എത്തിക്കും. അധികം സമയമൊന്നും വേണ്ട പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഈ ജനറൽ ആശുപത്രി വരെ വരാൻ വേണ്ടി. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയൊരു പോലീസ് അകമ്പടിയിൽ തന്നെയാണ് എ പത്മകുമാർ, മുൻ ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള എ പത്മകുമാറിനെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ എ പത്മകുമാറുമായിട്ട് പോലീസിന്റെ വാഹനം എത്തിക്കഴിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങളിൽ കാണുന്നത് എ പത്മകുമാറാണ്. 4 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് എ പത്മകുമാറിനെ ഇവിടെ കൊണ്ടുവന്നത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഇപ്പോൾ പത്മകുമാറിനെ ചേട്ടാ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? ചോദ്യം ചെയ്ത ശേഷമാണ് പോലീസ് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക്, പ്രത്യേക അന്വേഷണ സംഘം വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഇവിടെ എത്തിച്ചിട്ടുള്ളത്. വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഈ സുരക്ഷയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരുക്കിയിരുന്നു. എന്തായാലും വൈദ്യപരിശോധന പൂർത്തിയാക്കി നേരെ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് തന്നെയായിരിക്കും ഈ പത്മകുമാറിനെ കൊണ്ടുപോകാനുള്ള സാധ്യതയുള്ളത്. അകമ്പടിയിൽ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി കൊടുക്കുകയാണോ? എന്താണ് പറയാനുള്ളത്? പത്മകുമാറിനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് വൈദ്യപരിശോധന നടത്തുന്നത്. വിശദമായി
ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്കായിരിക്കും SIT ഇനി കടക്കുകയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. കൊല്ലത്തെ വിജിലൻസ് കോടതിയിലാണ് പത്മകുമാറിനെ ഹാജരാക്കുക. അല്പസമയത്തിനകം തന്നെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കൊല്ലത്തേക്ക് തിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. RB സനൂപ് വീണ്ടും ചേരുന്നുണ്ട്. സനൂപ്, ഇനിയുള്ള നടപടികൾ എന്തൊക്കെയാണ്? എത്ര സമയം എടുക്കും വൈദ്യപരിശോധനയ്ക്ക്? എപ്പോഴായിരിക്കും കൊല്ലത്തേക്ക് തിരിക്കുക? കോടതിയിലേക്കായിരിക്കും ഇവിടെ നിന്ന് പോവുക. ഇപ്പോ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പത്മകുമാറിന്റെ വൈദ്യപരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം കൊല്ലത്തേക്ക് തിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിലേക്ക് തന്നെ ഈ സ്വർണ്ണക്കൊള്ള അന്വേഷണം എത്തി നിൽക്കുന്നു. അതിൽ പത്മകുമാറിന്റെ അറസ്റ്റ് എപ്പോൾ ഉണ്ടാകും എന്നുള്ള ചോദ്യം കുറെ നാളുകളായിട്ട് ഉയർന്നു വന്നതാണ്. അപ്പോഴേക്ക് ഓരോ ഉദ്യോഗസ്ഥരെയായിട്ട് ചോദ്യം ചെയ്ത ശേഷമാണ് ഏറ്റവും ഒടുവിലായിട്ട് അന്നത്തെ ഈ സ്വർണം എന്നുള്ള പാളി അത് ചെമ്പാക്കി എഴുതാൻ വേണ്ടിയുള്ള നിർദ്ദേശം ആരാണ് കൊടുത്തോ അതിലേക്ക് എത്തുന്നത്. കാരണം പ്രധാനപ്പെട്ട 2 ഉദ്യോഗസ്ഥരും ഇതിൽ ആദ്യം ഇത് ചെമ്പാണെന്ന് എഴുതിയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബുവിന്റെയും അതിനോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിന്റെയും 2 പേരുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പത്മകുമാറിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പത്മകുമാർ ആദ്യം മുതൽ തന്നെ ഇതിൽ പറഞ്ഞിരുന്നു ഉദ്യോഗസ്ഥർ എടുത്ത തീരുമാനമാണ്. ഇതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് ആവർത്തിച്ച് പറയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ എപ്പോഴായിരിക്കും ഇദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ, അതേപോലെ അറസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞിരുന്ന ഉദ്യോഗസ്ഥർ തന്നെ അദ്ദേഹത്തിനെതിരെ മൊഴി നൽകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇപ്പോൾ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലും അതിന് പിന്നാലെ പത്മകുമാറിന്റെ അറസ്റ്റിലേക്കും കാര്യങ്ങൾ നീങ്ങിയത്. ഈ കസ്റ്റഡി വാങ്ങാൻ കിട്ടാൻ വേണ്ടി കസ്റ്റഡി അപേക്ഷകൾക്ക് പ്രത്യേക അന്വേഷണ സംഘം നൽകും. നേരത്തെ ഈ ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ DGP റവാഡ ചന്ദ്രശേഖറുമായിട്ട് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള ADGP H വെങ്കടേഷ് ആശയവിനിമയം നടത്തിയിരുന്നു. ഇതിന്റെ ഇനിയിപ്പോ കോടതിയെ ഇക്കാര്യങ്ങൾ കൂടി ധരിപ്പിക്കേണ്ടതുണ്ട്. ഈ പ്രതിപക്ഷമടക്കം പറഞ്ഞു ഉന്നതരിലേക്ക് ഇതൊന്നും തന്നെ അറസ്റ്റ് തന്നെ എത്തില്ല എന്നുള്ള കാര്യം. ആദ്യം തന്നെ ഈ കേസിൽ അറസ്റ്റ് രേഖപ്പെടുന്നത് ഇതിന്റെ മുഖ്യ ഈ സ്വർണം അടക്കം കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പൂച്ചൂരിയായിരുന്നു. അതിനുശേഷമാണ് മുരാരി ബാബുവിന്റെ അറസ്റ്റ്, സുധീഷ് കുമാറിന്റെ അറസ്റ്റ്, ഒടുവിൽ ദേവസ്വം കമ്മീഷണറും പിന്നീട് ദേവസ്വം പ്രസിഡന്റുമായിട്ടുള്ള N വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നു. അതിനിടയിൽ ഈ അന്നത്തെ ദേവസ്വം ജയശ്രീ കോടതിയെ സമീപിച്ച് ഈ അറസ്റ്റ് ഈ ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ട് പോകുന്ന ഘട്ടമുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോ ഈ പത്മകുമാറിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ നടന്നു. ആ ചോദ്യം ചെയ്യലിന് ശേഷമാണ് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടന്നിട്ടുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പത്മകുമാറിന്റെ വൈദ്യപരിശോധന നടക്കുന്നതാണ്.